ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. പുതിയ വീഡിയോ ആണെങ്കിലും ഐറ്റം പഴയതാണ്. പണ്ടത്തെ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അല്ലേ? പണ്ടത്തെ കടലക്കറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പണ്ട് നമ്മൾ വറുത്തരച്ചാണ് കടലക്കറി വെക്കുന്നത്. കടലയൊക്കെ ചിലപ്പോ അന്നേരം മേടിച്ചിട്ടൊന്ന് വെള്ളത്തിലിട്ട് കുറെ നേരം തീ അരിച്ച് വേവിക്കും കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ അതെടുത്ത് അപ്പൊ തന്നെ നമ്മൾ വലിയ വെള്ളത്തിലിടും, കുക്കറിലിട്ടാണ് വേവിക്കും. പക്ഷെ പണ്ടൊന്നും കുക്കറൊന്നും ഇല്ല. എന്റെ ചെറുപ്പത്തിലൊന്നും കുക്കറില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഈ കടല ചിലപ്പോ അന്നൊക്കെ നമ്മൾ കടല കടയിൽ ചെന്ന് മേടിച്ചോണ്ട് വരിക, ആ കടല അങ്ങോട്ട് വെള്ളത്തിലിട്ടിട്ട് അടുപ്പ തന്നെ മംഗലത്തിൽ വെച്ചാണ് നമ്മുടെ കടലക്കറിയൊക്കെ വെക്കുന്നത്. ആ കടലക്കറിക്ക് ഭയങ്കര രുചിയാണ്, വറുത്തരച്ച കടലക്കറി. ഇന്ന് നമ്മൾ അതുപോലെ രുചിയുള്ള ഇന്ന് വറുത്തരച്ച കടലക്കറി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ ഓടിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വറക്കണം, അരയ്ക്കണം, കടല വേവിക്കണം ഒക്കെ ആയിട്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന നല്ല എളുപ്പത്തിലൊരു കടലക്കറി, ഒരു 10 മിനിറ്റിനകം നമുക്ക് കടലക്കറി. പഴയ കടലക്കറി, പണ്ടത്തെ വറുത്തരച്ച കടലക്കറി 10 മിനിറ്റ് കൊണ്ട് വേവും വെക്കാനുള്ള ടെക്നിക്കാണ് കാണിക്കുന്നത് അല്ലേ? അപ്പൊ അതെങ്ങനെയാ നമുക്കത് കാണാം. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ കടലയും ഇഡലിയുമാണ്. രണ്ടില് കടല ഇഡലി നല്ല കോമ്പിനേഷൻ. ഇഡലിയും കടലയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുണ്ടാക്കിയ കടലക്കറിയാണ് നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത്. 4 സബോള എടുത്തിട്ടുണ്ട് നമ്മള്. പണ്ടൊക്കെ ചെറുള്ളിയായിരുന്നു, കൊച്ചുള്ളി. പക്ഷെ കൊച്ചുള്ളി ഇട്ടാലാണ് അതിന്റേതായ രുചിയുണ്ട് അല്ലേ? ഇപ്പൊ കൊച്ചുള്ളിയൊക്കെ പൊളിക്കാൻ പാടായതുകൊണ്ട് എളുപ്പം ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. പിന്നെ ഇരിക്കുന്നുണ്ടെന്നറിയ തേങ്ങ അല്ലേ? ഇങ്ങനൊരു തേങ്ങ അല്ലേ? അത് പൊതിച്ചപ്പോ പൊട്ടിപ്പോയി. ഇത് മതി ഇതിന്റെ അകത്ത് ഇടാനായിട്ട് അല്ലേ? കടലക്കറിയിൽ തേങ്ങാക്കൊത്ത് മസ്റ്റ് ആണ് അല്ലേ? കടലക്കറിക്കകത്ത് തേങ്ങ കടിച്ചെങ്കിലേ അതിന്റെ ഒരു പ്രത്യേക രുചി വരുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ശകലം തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. നമ്മൾ പിന്നെ ചെറിയ 4 സബോള എടുത്തിട്ടുണ്ട്. ഈ സബോള അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. കടല കണ്ടില്ലേ? കടലക്കറി ഉണ്ടാക്കാനായിട്ട് സബോളയും തേങ്ങയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. കടല നമ്മള് എന്തോരം കടലയുണ്ടോ ഇത്? അളന്നില്ല, 2-3 കൊടുത്താൽ ഇത് കുറച്ച് കടല ഉണ്ട് അല്ലേ? വേറെ 1-2 പേരോട് ഉണ്ടായിരുന്നു. അപ്പൊ അവര് ചായ കുടിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ കടല കൂടുതലിട്ട്. അപ്പൊ ഇത് ഇന്നലെ വെള്ളത്തിലിട്ടാണോ? ഇന്നലെ വൈകിട്ട് കഴുകി വെള്ളത്തിലിട്ടു. ആണോ? വെള്ളത്തിലിട്ട് ഇപ്പൊ നമ്മൾ വാരി എടുത്ത് വാരി എടുത്ത് പെട്ടെന്ന് വേവാനാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് തേങ്ങ കൊത്തിയിടുവാണ്. കുറച്ച് തേങ്ങ അങ്ങനെ നമ്മള് ഇറച്ചിക്കൊക്കെ ഇടുന്ന പോലെ. പക്ഷേ കടലക്കറി ഇടുമ്പോ ഇച്ചിരി കനക്കം വേണം അല്ലേ? വേണം, ഇച്ചിരി കനം വേണം. അത് ഒത്തിരി അങ്ങ് ലൈറ്റ് അല്ല തേങ്ങ, ഇച്ചിരി കനത്തിലാണ് കടലക്കറിയിൽ ഇടുന്നത് തേങ്ങ. അതുപോലെ സബോള നമ്മള് ഇച്ചിരി കനക്കെയാണ് അരിഞ്ഞിടുന്നത്. ഇങ്ങനെ സബോള തന്നെ ഇങ്ങനെ കീറിയിട്ട് നമ്മളിത് ഇങ്ങനെ. അപ്പൊ എളുപ്പം കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഇനിയും ഇടാനുണ്ട്. അപ്പൊ ഇതൂടെ കാണിച്ചു കഴിഞ്ഞാല് പിന്നെ ലാസ്റ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പം ഇതിന്റെ അകത്ത് നമ്മള് സബോളയും കനക്കയാണ് ഇടുന്നല്ലേ? ഇച്ചിരി കനക്കയാണ്. കുരുകുനാന്ന് നമ്മള് ഇറച്ചിക്കൊക്കെ വഴറ്റണ പോലെ വഴറ്റരുത്. ഞാൻ ഒരു കഷ്ണം എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതുപോലെ കനത്തിലാണ് സബോള അരിഞ്ഞിടുന്നത്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി പൊളിച്ചിട്ട് 4 കീറി അങ്ങിട്ടാ മതി അല്ലേ? വരട്ടി ഇടണം. കൊച്ചുള്ളി ഇപ്പൊ വഴറ്റണം. ഇതാകുമ്പോ വഴറ്റണ്ട. അതാണ് എളുപ്പം. അപ്പൊ എളുപ്പ കടലക്കറിയുടെ ഓരോരോ ടിപ്പുകളാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ കടലക്കറി ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് കടലക്കറി റെഡിയാകും. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അല്ലേ? ലൈക്കും ചെയ്യണം, കമന്റും വേണം. ഞാൻ എന്നവരോട് ചോദിക്കടാ എന്നോട് അഭിപ്രായം പറയുന്നുണ്ടോ ചോദിക്കും. അപ്പൊ ഇവൻ പറയും ഇപ്പൊ കുറവാന്ന് പറയും. അത് എന്താണെന്ന് അറിയാൻ വയ്യ. നിങ്ങൾ എല്ലാവരും മൊത്തത്തിൽ ഇപ്പൊ വീഡിയോസ് ഒക്കെ എല്ലാവരും നമ്മുടെ നല്ല കേട്ടോ. മൊത്തം യൂട്യൂബ് ഒക്കെ ആണെങ്കിലും കുറച്ച് കുറവുള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ ലൈക്ക് ചെയ്യാനായിട്ട് പിന്നെ അങ്ങ് മറന്നു പോകും. പിന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അടുത്ത വീഡിയോയിലേക്ക് സ്കിപ്പായി പോകും. അപ്പൊ ലൈക്ക് ചെയ്യാനും ആൾക്കാർ മറക്കും, കമന്റ് ചെയ്യാനും ആൾക്കാർ മറക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം എന്ന് പറയാത്തത് കൊണ്ട് ആൾക്കാർ മറന്നു പോകുന്നു എന്ന് പലരും ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് ലൈക്കും ചെയ്ത് കമന്റും ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കടലക്കറിയിലേക്ക് അമ്മ സബോളയും മൊത്തം അരിഞ്ഞിട്ടു. നമ്മൾ ഉപ്പിടും. ചിലര് കടലക്കറി വെക്കുമ്പോ നമ്മൾ കടയിൽ നിന്നൊക്കെ കടലക്കറി കൂട്ടുമ്പോഴല്ല കടലക്ക് ഉപ്പില്ല. വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ട കടലക്ക് ഉപ്പ് പിടിക്കത്തില്ല. അപ്പൊ ഈ ഉപ്പിട്ട് ചിലര് വിചാരിക്കും കുക്കറിന്റെ അകത്തിട്ട് വേവിക്കുമ്പോ ആക്ച്വലി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി വേവ് കുറവായിരിക്കും, വേവാനായിട്ട് താമസം വരും. അപ്പൊ അതുകൊണ്ട് ചിലർ ഉപ്പിടാതിരിക്കും. പക്ഷെ ഉപ്പിടണം. ഉപ്പ് കടലയിൽ നിന്ന് പിടിക്കണം. അപ്പൊ നമ്മൾ ചെറിയൊരു സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ബാക്കി പിന്നെ നമുക്ക് ബാക്കി ചേർക്കുമ്പോൾ കടല പിടിക്കാനുള്ള ഉപ്പ് മാത്രമാണ് ഇടുന്നത്. അത്രയും ഉപ്പിട്ടു. ബാക്കി കറിയുടെ ഉപ്പൊക്കെ പിന്നീട്. പിന്നെ ശകലം ഇതിനകത്ത് ഇടുന്ന മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയും മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കേട്ടോ. നമ്മള് കുറെ ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്,
നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ പോരെ, അമ്മയും മകനും കൂടെ രണ്ടുപേരും കൂടി എന്തിനാണ് പറയുന്നത്, മകനാണോ പാചകം ചെയ്യുന്നത് അമ്മയാണോ പാചകം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേങ്കിൽ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മള് രണ്ടുപേരും കൂടി പറയുന്നതിന്റെ അകത്തും കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? എന്താണ് ആ കാര്യങ്ങൾ? എനിക്ക് അത്രയും അങ്ങോട്ട് പറയുമ്പോഴൊരു ഒരിതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രായമൊക്കെ ആയില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ കൊണ്ടൊന്ന് പറയടാ എനിക്കൊരു ആശ്വാസത്തിനെന്ന് പറയും. ആശ്വാസത്തിനല്ല, ചില കാര്യങ്ങളൊക്കെ അമ്മ അങ്ങ് മറന്നു പോകും പറയാനായിട്ട്. ഒരു മറവിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ കാര്യമുണ്ട്, ചിലര് പറയും ഞാനിങ്ങനെ ഇന്ററാക്ട് ചെയ്ത് പറയുമ്പോ അമ്മയ്ക്ക് പറയാൻ പറ്റണില്ല എന്നൊക്കെ വിചാരിക്കാൻ. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ വീഡിയോസിന്റെ ഒരു ഇതനുസരിച്ച് അമ്മയ്ക്ക് നമുക്കിപ്പോ ഒരു കാര്യം പറയണല്ലോ, അപ്പൊ ചില കാര്യങ്ങൾ അമ്മ പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോ അമ്മയുടെ അസുഖത്തിന്റെയും പ്രായത്തിന്റെയും കൊണ്ട് അമ്മ മറന്നു പോകുമ്പോ ഞാനിങ്ങനെ ചോദിക്കുമ്പോ അമ്മ അത് ഓർക്കും അല്ലെ? അപ്പൊ അങ്ങനെ ചോദിച്ച് ഓർത്ത് നമ്മൾ അങ്ങ് പറയുമ്പോഴത്തേക്കും അത് ലൈവായിട്ട് അങ്ങ് പറയാൻ പറ്റും. അല്ലാതെ ഇത് നമ്മളിങ്ങനെ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ലല്ലോ, ഇങ്ങനെ എഴുതി വെച്ച് ഇന്നത് പറയണമെന്നൊന്നും അല്ലാത്തത് കൊണ്ട് അങ്ങനെ പറയുമ്പോ ഒരാളും കൂടി അങ്ങ് പറയുമ്പോ അമ്മയ്ക്ക് ഒരാശ്വാസം. നീ എന്നമ്മ ചെയ്യുന്നത്? ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. സാധാ പച്ചവെള്ളം ഒഴിക്കുന്നല്ലേ? നെകക്ക വെള്ളം ഉണ്ടോ? വെള്ളം മതി. നെകക്ക വെള്ളം ഒഴിച്ചിട്ട് ഇനി എന്നാ ചെയ്യും? കടല വേവിക്കുമ്പോ അമ്മയുടെ അടുത്ത ട്രിക്കാണ് അമ്മ ഉപയോഗിക്കാറുള്ളത്, ഒരു ഇച്ചിരി വെളിച്ചെണ്ണ അല്ലേ? ഒരു ഇച്ചിരി ലേശം വെളിച്ചെണ്ണ, 1/2 സ്പൂൺ അല്ലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മളിത് ഒരു 2 കതിർപ്പ് കറിവേപ്പിലയും കൊണ്ട് ഇതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി എത്ര വിസിലടിക്കണം ഇത്? 3 വിസിൽ മതി. 3 വിസിലടിച്ചിട്ട് അവിടെ വെച്ചേക്കണം അല്ലെ? എന്നിട്ട് അതിന്റെ എയർ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്നെടുക്കാം അല്ലെ? കടലക്കറി ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിക്കകത്ത് ഒന്നാമത്തെ കാര്യം, ഈ കടല കുതിർത്ത് തലേദിവസം വെള്ളത്തിൽ ഇട്ടേക്കണേ. ഇത്രയും സാധനങ്ങൾ ഇട്ട് നമ്മൾ വേറെ പണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് അടുപ്പയിൽ അങ്ങ് വെച്ചാൽ മതി അല്ലെ? ആ സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഇഡലി ചുടാനോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ കടല നമുക്ക് വെന്ത് സെറ്റ് ആയിട്ട് കിട്ടും. കുക്കറിൽ വേവിക്കാൻ വെച്ച കടല എങ്ങനെ നമ്മളിത് വെന്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ ആ ഒരു ഇത് വെന്ത ഒരു സമയം കൊണ്ട് നമ്മളിത് കടുക് പൊട്ടിക്കാനായിട്ട് കറിവേപ്പില, വറ്റൽമുളക്, കൊച്ചുള്ളി എന്ന സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോവാം. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതുവരെ നമ്മള് തേങ്ങ വറുത്തരച്ചില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ തേങ്ങ വറുത്തരയ്ക്കാതെ നമുക്ക് കടലക്കറി ഉണ്ടാക്കാന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം അതിനുള്ള ആ ഒരു സംഭവം നമുക്ക് ഇപ്പൊ തന്നെ കാണിക്കാവേ. നമ്മുടെ കൊച്ചുരുളി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മളുടെ ഈ ഒരു കുക്കിംഗ് പ്രോസസ് എല്ലാം ചെയ്യുന്ന നമ്മുടെ ഉരുളിക്കകത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളങ്ങനെ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചാണ് ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ മുളകും കറിവേപ്പിലയും കൂടെ അങ്ങിടാം. നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങനെ ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം, ഇത് നമ്മൾ അടുപ്പേ വാങ്ങാൻ പോവാട്ടോ. ഉരുളി നമ്മളിത് അപ്പടി വാങ്ങി നമ്മൾ പുറത്ത് വെച്ചേക്കുവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതിന്റെ ചൂട് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഉരുളിക്ക് ഓൾറെഡി ചൂടുണ്ട്. ഇതിലാണോ പൊടികളൊക്കെ ഇടുന്നത്? 1 സ്പൂണ് പിരിയമുളക് പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എരിവെള്ളം മുളക് അതൊരു 1/2 സ്പൂൺ ഇടുന്നുണ്ട്. പിരിയമുളക് ഇട്ടതിന്റെ പകുതിയായിട്ട് അല്ലേ? പകുതി അതും ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയായിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്ക് ഇനി അടുപ്പ് വെക്കാം. നമ്മൾ അടുപ്പ വെച്ച് വെക്കുമ്പോഴുണ്ടല്ലോ ഇത് കരിഞ്ഞു പോകും. ഈ ഉരുളിയുടെ ചൂടും അടുപ്പിന്റെ ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ ഇത് കരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ ഇത് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇതിങ്ങനെ താഴെ വാങ്ങി വെച്ചിട്ട് ഇപ്പൊ തന്നെ മൂത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇനി എടുത്ത് അടുപ്പ വെക്കാം. വീണ്ടും നമ്മൾ ഇനി അടുപ്പിലേക്ക് വെക്കാൻ പോവാ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇടാൻ പോകുന്നത് കടല നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഇടാൻ പോവാണേ. നല്ല ചൂടുള്ള ഉരുളി ആയിരിക്കും. അപ്പൊ കടലയൊക്കെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും നമ്മൾ പൊട്ടിത്തെറിക്കാതെയൊക്കെ നോക്കണം കേട്ടോ. ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഇതുവരെ കടലയ്ക്കകത്ത് നമ്മൾ മസാല നമ്മൾ ചേർത്തിട്ടില്ല. അപ്പൊ മസാല ചേർത്തിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച് നമ്മൾ ചേർത്തിട്ടില്ല. 1 സ്പൂൺ മസാലപ്പൊടി ഇടുന്നുണ്ട്. ഗരം മസാല നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന മസാലപ്പൊടി കേട്ടോ ഇത്. അപ്പൊ അത് നമ്മൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മൂപ്പിക്കേണ്ട സമയത്ത് നമ്മൾ അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു കറിക്കകത്തേക്ക് ഇപ്പൊ നമ്മള് കറിയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കും അല്ലെ? കടലയ്ക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ലേശം ഉപ്പ് നമ്മൾ ആ ഗ്രേവിയൊക്കെ നോക്കിയിട്ട് അതിന്റെ അനുസരിച്ച് വേണം. അതോടൊപ്പം തന്നെ ചാറ് കുറവാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെ? നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ചാറാക്കാം. ഇനിയാണ് നമ്മുടെ തേങ്ങ വറുത്തരച്ച് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ തേങ്ങ വറുത്തരച്ചത്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയാട്ടോ ഇത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിന്റെ ലിങ്ക് ഇടാം, നിങ്ങളൊന്ന് കാണണേ.
അപ്പൊ ഇങ്ങനെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് കുറെ നാള് നമുക്ക് ഇരിക്കും, മാസങ്ങളോളം ഇരിക്കും അല്ലേ? ഏത് കറി വേണേലും വറുത്തരച്ച നിമിഷം നേരം കൊണ്ട് വറുത്തരച്ച കറിയാണ്. തേങ്ങ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. വറുത്തരച്ചത് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. ഇത് കുറെ നാള് ഫ്രിഡ്ജിൽ പോലും വെക്കണം എന്നില്ല, പുറത്ത് വെച്ചേക്കാം. ഇനി ഒത്തിരി നാള് മാസങ്ങളോളം ഒക്കെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഒന്നിച്ച് നമുക്ക് ഇങ്ങനെ തേങ്ങ നമുക്ക് വറുത്തരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കിടപ്പുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇപ്പൊ തേങ്ങ വറക്കണ്ട, അരക്കണ്ട, ഒന്നും ചെയ്യാണ്ട് നമ്മുടെ വറുത്തരച്ച കടലക്കറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അത് ചേർക്കുമ്പോഴത്തേക്കും കറിക്കല്ലോ നല്ല കൊഴുപ്പിലേക്ക് മാറി. ഇതുവരെ നമ്മുടെ സാധാ വെള്ളം പോലെയാണ് ഇരുന്നതെങ്കിൽ ഇതങ്ങ് വരുമ്പോ നമ്മുടെ കണ്ടില്ലേ വറുത്തര കറിയുടെ കറക്റ്റ് രീതിയിലേക്ക് നമ്മുടെ കറി അങ്ങ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലെന്താ ചേർക്കാനുള്ള? വെള്ളം കൊണ്ടിരിക്കണം, ഇച്ചിരി തിളയ്ക്കണം. കുറച്ച് വെള്ളം കൂടെ, ചൂടുവെള്ളം വേണം അല്ലെ? കാരണം ഇതിങ്ങനെ തിളച്ച് ഒന്ന് സെറ്റ് ആവണം ഇതെല്ലാം കൂടെ. കടലയായിട്ടൊന്ന് പിടിക്കണം അരപ്പ്. ഇത്രയും വെള്ളവും കൂടെ നമ്മൾ ചേർത്തു. അപ്പൊ ഇനി നന്നായിട്ട് നമ്മുടെ ഈ കൊച്ചുള്ളിക്കകത്ത് കിടന്ന് തീ കുറച്ചിടണം അല്ലേ? അപ്പൊ ഇനി കറി ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ട് പിടിക്കട്ടെ കടലയിലേക്ക്. അങ്ങനെ നമ്മുടെ ഇത് കടലക്കറിയും അതോടൊപ്പം തന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കേട്ടോ. ഈ ഇഡലിയുടെ പ്രത്യേകിച്ച് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പൂ പോലെയുള്ള, അത് കറക്റ്റ് ആണ് കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കണ്ടോ, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയുടെ മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ കാണാനായിട്ട് മറക്കരുത്. നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കാനായിട്ടുള്ള, അതോടൊപ്പം തന്നെ സോഫ്റ്റ് നല്ല ദോശ ഉണ്ടാക്കുന്ന മാവ് എങ്ങനെ തയ്യാറാക്കാന്നൊക്കെ കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ കടലക്കറിയും നമ്മുടെ ഇഡലിയും കൂടെ നമുക്ക് രാവിലെ കഴിക്കാം. അപ്പൊ ഇതാണ്, ഞാനൊന്ന് മുറിച്ചെന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇഡലി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കടലക്കറിയുടെയും ഈ ഇഡലിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂടെ മറക്കരുത്, കമന്റ്. അപ്പൊ ലൈക്കും കമന്റും ഒന്നും കൂടെ പറയുവാണ്, കാരണം നമ്മൾ ലൈക്ക് കമന്റ് ഒന്നും പറയാത്തത് കൊണ്ട് പലരും അതൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്കും കമന്റും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അല്ലേ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ പറയാൻ കടുവ് പൊട്ടിച്ചപ്പോഴേ എന്റെ തലമണ്ടയിൽ ഇതിന്റെ ഗ്യാസ് കയറിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പറയാതെ അവൻ തന്നെ പറയാൻ. അവ എല്ലാവർക്കും ശുഭദിനം. അപ്പൊ എന്നാ കടിച്ചു നീ?